ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് അളവ് ഫ്രോക്കിനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കട്ടിങ് സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. അപ്പോൾ അതിന് ഏഴെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 7 മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഫ്രോക്കിനായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് അളവ് തന്നിട്ടുണ്ട്. ഫ്രോക്കിനായിട്ട് തന്നെ ഒരളവും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 ഏതെങ്കിലും 4 ഇത് ഇത് ഇപ്പം അളവ് തന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്ലീവാണ് കേട്ടോ. അപ്പം 4 ഇതുപോലത്തെ സ്ലീവ് ചെയ്യണം. പിന്നെ ഇതിൽ നിന്ന് 3 ഇലാസ്റ്റിക് വെച്ചിട്ട് പഫ് കൈയില്ലേ അതാണ് ചെയ്യണത്. അപ്പം നമുക്കിത് കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ആദ്യം തന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ടല്ല കേട്ടോ കട്ട് ചെയ്യണത്. അപ്പം നമ്മളിപ്പോൾ ഞാൻ ഈ കത്രിക വെച്ചിട്ടാണല്ലോ ചെയ്യണത്. അപ്പം ഞാൻ അധികം ഇട്ട് കട്ട് ചെയ്യാറില്ല. അപ്പോൾ ഓരോന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കൽ. അപ്പോൾ ഒരെണ്ണം ആ അളവ് വെച്ചിട്ട് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോന്നും വിരിച്ചിട്ടിട്ട് ആ വെട്ടിയെടുത്തത് അതിന് മുകളിൽ വെച്ചിട്ട് അടുത്തത് കട്ട് ചെയ്യും. അപ്പം ആദ്യം കട്ട് ചെയ്തതെടുത്ത് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ മാറ്റി മറിച്ചാണ് ഞാൻ ചെയ്യണത്. അപ്പം ഞാൻ കട്ടിങ് ഞാൻ കാണിക്കാം. ഇതൊക്കെ ടോട്ടൽ 7 നൈറ്റിയാണ് ഇവർക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ നൈറ്റ് തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിടണം കേട്ടോ. നീളത്തിൽ ഇത് വട്ടത്തിൽ മടക്കിയതിന് ശേഷം നീളത്തിൽ മടക്കി കണ്ട. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് ഇവിടെയാണല്ലോ സ്ലീവിന് കിട്ടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. അപ്പം ഇത് നമുക്ക് അളവ് തന്ന ഫ്രോക്കിനായിട്ട് ഇതാണ് കേട്ടോ. അപ്പം ഞാനിത് രണ്ടും ഒരുപോലെ ഷോൾഡറൊക്കെ ഒരുപോലെ ചെയ്തു. ഒരുപോലെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ വിട്ടിട്ട് ഇങ്ങനെ വെക്കണം. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒപ്പം നോക്കണം കേട്ടോ. വേണ്ട ഇതൊപ്പം. എന്നിട്ട് ഇവിടെ ഷോൾഡറിനെ നമ്മൾ പിടിച്ചില്ലേ, അതിനുശേഷം ഇത് താഴേക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഫ്രില്ലില്ലേ, ഈ ഫ്രില്ല് നമുക്ക് ഈ താഴ്ഭാഗത്തെ ഈ മെറ്റീരിയലിൽ നിന്നും കിട്ടും. അപ്പോൾ ഫ്രില്ലിടുന്നതിൻ്റെ ഈ ഫ്രില്ലിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ലെങ്ത്തിന്റെ ഇത് അടയാളപ്പെടുത്താം. ഇനിയാണ് നമ്മൾ അതിന്റെ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയത്. ഇനി ഇതിൽ നിന്ന് ഈ ഒരളവ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് ഒരുപോലെ ഇത് ഇവിടെ സെയിം ആയിട്ട് പിടിച്ചു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒപ്പം വെച്ചു. ഇനി ഈ നെക്കിന്റെ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി, അതുപോലെ ഇതിന്റെ ഫ്രണ്ടിനൊക്കെ ഏതാണോ അവിടെയും അടയാളപ്പെടുത്താം. ഇപ്പൊ നമുക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അടയാളപ്പെടുത്തുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നെക്കിന്റെ മാർക്കിംഗ് ഉണ്ടല്ലോ. അപ്പം തയ്യൽ തുമ്പ് ഇപ്പുറത്ത് വേണമല്ലോ നമുക്ക് ഈ അളവ് കിട്ടണമെങ്കിൽ. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു. അപ്പൊ ഇത് തയ്യൽ തുമ്പ്. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നെക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ചാണ് കേട്ടോ. ഇതിന്റെ തയ്യൽ തുമ്പ് ഇവിടെ വന്നു. അപ്പൊ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച്. ഇത് പിന്നെ ഇവിടെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ് കഴിച്ചിട്ടുള്ളത്, ഇവിടെയാണ് വരിക. അപ്പൊ ടോട്ടൽ ഷോൾഡർ എടുത്തിരിക്കുന്നത് 7.25 ഇഞ്ചാണ് കേട്ടോ. 7.25 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താഴേക്ക് അടയാളപ്പെടുത്തണം. കൈ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ തയ്യൽ ഇവിടെയാണ്, ഇവിടെ കട്ടിങ് ആണ്. അപ്പൊ ഈ കട്ടിങ്ങിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തിരി കൂടി നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഷേപ്പ് വരക്കാൻ. അപ്പം ഇത് തന്നെ വെച്ചിട്ട് ഈ സ്ലീവ് അങ്ങോട്ട് മുട്ടിച്ചു കൊടുക്കുക. കൈക്കുഴി, അപ്പം നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തി കണ്ടോ. ഇതിവിടെ വന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഷേപ്പ് കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് താഴെ ഇതിൻ്റെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ, ഇത് നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കണം. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ അളവ് തന്ന തുണി ഉണ്ടല്ലോ, അതിൻ്റെ ഈ പ്ലീറ്റ്സിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഇതിപ്പോൾ തയ്യൽ തുമ്പ് മുകളിലേക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കറക്റ്റ് അളവ് എത്രയാണെന്ന് നോക്കണം. ഇതിപ്പോൾ 6.5 കിട്ടിയിരിക്കുന്നത്. ഇവരിവിടെ ലോക്കാണ് ചെയ്തിട്ടുള്ളത്, നമുക്ക് മടക്കി അടിക്കണം. അപ്പം 6.5 എന്നുള്ളത് 7 ഇഞ്ചായിട്ട് എടുക്കുക കേട്ടോ. 7 ഇഞ്ചിൽ നമുക്ക് പ്ലീറ്റ്സിനുള്ള ഇത് കട്ട് ചെയ്യാം. അപ്പം ഈ ബാലൻസ് വന്നിരിക്കുന്ന തുണി ഉണ്ടല്ലോ, അപ്പം നമുക്ക് ഇതിൻ്റെ സ്ലീവ്
ആ സൈഡിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്നും സ്ലീവ് എടുക്കാം. അപ്പോൾ നമുക്കിത് 7 ഇഞ്ച് വെച്ച് 2 പീസായിട്ട് മുറിച്ചെടുക്കാം. ഒരെണ്ണം ഇവിടെ വരും, പിന്നെ ഒരെണ്ണം ഇവിടെ വരും കേട്ടോ. അങ്ങനെ 2 സെക്ഷനായിട്ട് നമുക്ക് 2 പീസ് ഉണ്ടല്ലോ ഇത്, അപ്പം 4 എണ്ണം കിട്ടും. അപ്പോൾ 2 പീസ് മുകളിൽ ഫ്രണ്ടും 2 പീസ് ബാക്കിലേക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിപ്പോൾ മടക്കി അടിച്ചിട്ടുണ്ട്. മടക്കി അടിക്കണമെങ്കിൽ ഒന്നങ്ങോട്ട് മടക്കി അടിക്കാം. ഇവിടെ നമ്മൾ നൈറ്റിക്കൊന്നും മടക്കി അടിക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ ഇത് മടക്കി അടിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് ഇങ്ങനെ നീക്കിയിടാം. 1/2 ഇഞ്ച് നീക്കിയിട്ടിട്ട് ബാക്കി സ്ലീവ് കട്ട് ചെയ്യാം. ഇത് തന്നെ അളവിൽ ഒരു പോയിന്റ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് ലെങ്ത്ത്. അപ്പം അവിടേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇങ്ങനെ വെക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതുപോലെ തയ്യൽ കഴിഞ്ഞ് നല്ല കറക്റ്റ് അളവ് ഏതാണോ അവിടെ മുതൽ ഇവിടെ വരെ 7 ഇഞ്ച്. അപ്പം ഇതിൻ്റെ കൂടെ ഇവിടെ 1/2 ഇഞ്ച് മടക്കാനുണ്ട്. പിന്നെ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ പോകും. അപ്പം 7 എന്ന് പറയുന്നത് 8 ഇഞ്ചായിട്ട് എടുക്കണം. പിന്നെ സ്ലീവിൻ്റെ വണ്ണം എടുക്കണം. വണ്ണം എത്രയാണെന്ന് വെച്ചാൽ 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് വണ്ണവും പിന്നെ ഇതിപ്പോൾ ഒരു അല്പോ നമ്മൾ തയ്യൽ തുമ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴി നോക്കണം. കൈക്കുഴി ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം മുതൽ ഇവിടെ വരെ എത്രയാണെന്നുള്ളത് 10 ഇഞ്ചിൻ്റെ ആ 10 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. കണ്ടോ, 10 ഇഞ്ച് ഇവിടെ കിട്ടും. അപ്പം നമുക്ക് ഇതിങ്ങനെ ഞാനിപ്പോൾ റഫായിട്ട് വെറുതെ കണ്ടോ ഇവിടെ വരും. അപ്പം തയ്യൽ തുമ്പ് കൊടുത്തു. ഇതുപോലൊരു സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കട്ട് ചെയ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫ്രോക്ക് നൈറ്റിക്ക് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അളവ്. നെക്കൊക്കെ സാധാ ഇതിപ്പോൾ 7 എണ്ണത്തിനും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചോ എന്നാണ്, ഇഷ്ടമുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ യു കൊടുക്കാം, സ്ക്വയർ കൊടുക്കാം, ബി കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള സ്ലീവാണ്. ഇനി ഇത് ബാക്കി 4 എണ്ണം നമുക്ക് ഈ 4 എണ്ണം നമുക്ക് ഇതുപോലത്തെ സ്ലീവും ഇനി ബാക്കി 3 എണ്ണം ഇലാസ്റ്റിക്കും വെച്ചാണ് ടച്ച് ചെയ്യണത്. അപ്പോൾ ഇലാസ്റ്റിക് വെക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സ്ലീവ് ആയിരുന്നില്ലേ, ഇതിങ്ങനെ ഇരുന്ന സ്ലീവ് അല്ലേ. അപ്പം നമ്മൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ ഇവിടെ ഇത്തിരി കൂടി ഉണ്ടായി, നമ്മൾ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ പോയതാണ്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കുള്ള നമ്മുടെ കറക്റ്റ് വണ്ണം പറഞ്ഞത് 10 ഇഞ്ച്, ഇവിടെ ഈ സൈഡിലെ വണ്ണം 8 ഇഞ്ചായിരുന്നു. ആ 8 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു 3-4 ഇഞ്ച് താഴേക്ക് 5 ഇഞ്ചെങ്കിലും താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്യണം കേട്ടോ. ആ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് പോയാലും നമ്മൾ തുണി എത്രയാണോ അതിനനുസരിച്ചിട്ട് മുകളിലേക്ക് വരിക. എന്നിട്ട് ഈ ഷേപ്പ് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഷേപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായില്ലേ, അതുകൂടി ഇങ്ങനെ റൗണ്ട് ചെയ്ത പോലെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി പഫ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഇത്രയും ഒരു 3 ഇഞ്ചോ 2 ഇഞ്ചോ നീക്കിയിട്ട് ഇവിടെ നിന്നും ഒരു 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പും കൂടി കൊടുത്തേക്കണം. എന്നിട്ട് സ്ലീവ് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് പഫിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കി തുണികൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിഷ്ടമുള്ള നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരല്പം ഉള്ളിലേക്ക് കുഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ബാക്ക് പീസിന് നമ്മൾ റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തത്. അപ്പം ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് ഇതിന് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കണേനെ. ഇതിങ്ങനെ ഞാൻ കട്ട് ചെയ്തു. നമുക്കിവിടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെ കൊടുക്കണേ. നമുക്കിത് നെക്കിലേക്ക് ഫിറ്റ് ചെയ്യും.
ഞാനിതിൻ്റെ ഇത് ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിന് നമ്മൾ ക്രോസ് പീസുകൾ എടുക്കണം. എന്നിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് ഇതിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ നെക്ക് ഇത്തിരി ഇറക്കി വെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ഇറക്കി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ടിൻ്റെ നെക്ക് പിന്നെ ഇവരുടെ എന്താണ്, ഇതിപ്പം നമ്മൾ ഒരു 7 പീസല്ലേ ഇരുന്നത്, അത് കൂടാതെ ഒരു 6 പീസ് കൂടിയുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 13 പീസാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ ടൈം എടുത്തു, ഇങ്ങനെ ഒരാളുടെ തന്നെയാണ്. അപ്പോൾ ഞാനിത് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ സെൻറ്റർ ഭാഗം ഒന്ന് ഇവിടെ ജോയിൻ്റ് അല്ലായിരുന്നു, അപ്പോൾ ഞാനത് ജോയിൻ്റ് ആക്കി എടുത്തു. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ലൈസ് വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരികൊന്ന് മടക്കി അടിക്കണം കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ അരികടിച്ച് എടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഉൾഭാഗം ഇതുപോലെ വെക്കാം. നല്ല വശമല്ല, നല്ല വശം അടിയിലാണ്. ഇനി ഇതിങ്ങനെ കറക്റ്റിന് വെച്ച് കൊടുക്കുക. നെക്കിൻ്റെ കറക്റ്റ് അകലത്തിൽ കട്ട് ചെയ്ത ആ ഒരു ഇതിൽ വെച്ചെടുത്തിട്ട് ഈ സൈഡിലൂടെ ഇങ്ങനെ അടിച്ചു വരാം കേട്ടോ. അടിച്ചെടുത്തിട്ട് ഇതിപ്പുറത്തേക്ക് മറിച്ചിടുക. കണ്ട, നല്ല വശത്തോട്ട് ഇങ്ങനെ മറിക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി അടിച്ചു വരിക. അതുപോലെ തന്നെ അതിനുശേഷം ഇതിൽ നിന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ. അതെ, അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഷോൾഡറിനുള്ളിലേക്ക് നമുക്ക് ഇതിങ്ങനെ പുറത്തേക്ക് ഒതുക്കുക. കണ്ട, എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് ഒന്ന് മടക്കി അടിക്കണം കേട്ടോ, അരിക്. എന്നിട്ട് മടക്കി അടിച്ചതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ കട്ട് ചെയ്ത ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടുവന്ന് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം, അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം. അതെ, നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ്. ഇനി നമുക്ക് ഇതിൻ്റെ ആ താഴെ ഞാൻ ലെങ്ത്ത് കട്ട് ചെയ്തതിന് ഒരു ഇങ്ങനത്തെ ഒരു പീസില്ലേ, അപ്പോൾ അത് നമുക്ക് 2 വള്ളി ഇതുമ്മ വിൽക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എടുക്കാം. വള്ളി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വള്ളിയായിട്ട് അടിച്ചെടുക്കണം കേട്ടോ, അധികം ലെങ്ത്ത് വേണ്ട. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ താഴെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന 4 പീസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ 2 പീസ് ഇതുപോലെ ജോയിൻ ചെയ്യുക. ഇതുപോലെ തന്നെ 2 പീസും കൂടി ജോയിൻറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളുടെ ഒരു ഏകദേശം നമ്മൾ ആ ബോഡി പീസിന് മാച്ച് ആവുന്ന വിധത്തിലുള്ള നീളം ഇതിന് കിട്ടണം. നമുക്ക് ഒരു ഏകദേശം ഇതിൽ അങ്ങോട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ തന്നെ ഈ പീസും നമുക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് പ്ലീറ്റ്സ് ഇടണം കേട്ടോ. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിയടിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ ബോഡി പീസില്ലേ, അതിൻ്റെ താഴ്ഭാഗം എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വശൂലേ, അത് ഇതും ഒപ്പം വെച്ച്
ഇങ്ങനെ നേരെ അടിച്ചു വരണം. ഇത് നേരെ താഴേക്ക് അടിച്ചു വരണം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഇതുപോലെ ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം കേട്ടോ. സ്ലീവ് രണ്ടും ഈ സെൻറ്റർ നോക്കി ഒരേപോലെ ആക്കുക. എന്നിട്ട് താഴെ കണ്ട ഇതുപോലെ ഒപ്പം പിടിക്കുക. എന്നിട്ട് ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം നമുക്കൊരു ഏകദേശം ഒരു 8 ഇഞ്ച് 8.5 ഇഞ്ചൊക്കെ വരുന്ന വിധത്തിലൊരു മാർക്ക് കൊടുക്കുക കേട്ടോ. ഇതുപോലെ. എന്നിട്ട് ഈ സ്ലീവ് വണ്ണം എത്രയാണോ, ഇതിന് 8 ഇഞ്ചാണ്, അതായത് 16 ഇഞ്ച് വണ്ണത്തിൻ്റെയാണ്. അപ്പോൾ അതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് നമ്മൾ ആ നോട്ടിട്ട് കൊടുത്തില്ലേ ഇവിടെ താഴെ ഈ ഭാഗത്ത് നമ്മൾ വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിങ്ങനെ വെച്ച് കൊടുക്കുക ഉള്ളിലേക്ക്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പം അത് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 13 നൈറ്റി ഫ്രോക്കാണ്, അതായത് ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൈറ്റി ഫ്രോക്കുകളാണിത്. ഇതിൻ്റെ സ്ലീവ് നമ്മൾ സാധാ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതാ ഒരെണ്ണം ഇതാണ്. ഇതിന് ഞാൻ പഫ് സ്ലീവാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. കേട്ടോ, പഫ് സ്ലീവാണ്. അപ്പോൾ വീനക്കാണ് ഇതിൻ്റെ കൊടുത്തത്. അപ്പോൾ ഇതിന് ഈ മാച്ചായിട്ട് ഇത് ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുത്തു. ഇനി ഇതാ ഈ ഒരു കളറാണ്. അപ്പോൾ ഇതിന് ഞാൻ വേറൊരു പീസ് വെച്ചിട്ട് ലൈസാണ് വെച്ച് കൊടുത്തത്. അതും ഈ വീനക്കായിട്ടാണ് കൊടുത്തത്. പിന്നെ ഇതിനും നമ്മൾ എന്താണ് പഫ് സ്ലീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെ, പിന്നെ ഒരെണ്ണം ഇതാണ്. അപ്പോൾ ഞാൻ മറ്റേ ഒരു ഇപ്പോൾ കാണിച്ച ഒരെണ്ണത്തിൻ്റെ പീസ് എടുത്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ലൈസും കൊടുത്തിട്ടുണ്ട്. ഇതിന് സാധാ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് XXL സൈസാണ് കേട്ടോ. XXL അതിലും ഇത്തിരി കൂടി വണ്ണം കൂട്ടിയാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ബ്ലൂ കളറാണ് കേട്ടോ. ഈ ഡാർക്ക് ബ്ലൂവിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പീസ് സ്ക്വയർ നെക്കിന് കൊടുത്തു. പിന്നെ ഇതിന് താഴെ നമ്മൾ ഈ ലോക്കായിട്ടാണ് കേട്ടോ കൊടുത്തേക്കണം. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോഡൽ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നമ്മൾ സാധാ സ്ലീവായിട്ടാണ് കൊടുത്തത്. ഇനിയൊരു ഡാർക്ക് ഗ്രീനാണ്. അപ്പം ഈ ഒരു നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു ആകൃതിയിലാണ് കൊടുത്തത്. നെക്ക് തന്നെയായിട്ട് കൊടുത്തു. അപ്പോൾ ഇവർക്ക് വൈഡ് നെക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്ലീവ് ഇതുപോലെ പഫ് സ്ലീവായിട്ട് കൊടുത്തു. പിന്നെ എല്ലാ നൈറ്റി ഫ്രോക്കിനും നമ്മൾ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനായിട്ട്. പിന്നെ അടുത്തത് ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കോഫി ബ്രൗൺ കളറിൽ ഡിസൈൻസാണ്, ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്ത ഒരു പീസ് ഓവൽ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കും അതുപോലെ തന്നെ. ഇതിൻ്റെ സ്ലീവ് സാധാ സ്ലീവ് വെച്ചു, ഹാഫ് സ്ലീവാണ്. പിന്നെ ഇതിനും വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനായിട്ട്. പിന്നെ ഈ ഒരു കളറ്, ഇതൊരു മാമ്പഴ മഞ്ഞ പോലത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പം അതിന് ഇതുപോലെ ഒരു നെക്ക്, നമ്മൾ സ്ക്വയർ വന്നിട്ട് ഇങ്ങനെ വി വരില്ലേ, അങ്ങനത്തെ ഒരു നെക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് പഫ് സ്ലീവാണ് കേട്ടോ കൊടുത്തേക്കുന്നത്, ഇലാസ്റ്റിക് വെച്ചിട്ട്. എല്ലാത്തിനും ഇതുപോലെയാണ് സ്ലീവ്, ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് പഫായിട്ടാണ് ചെയ്തത്. എല്ലാത്തിനും വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറ് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ പേസ്റ്റൽ കളറാണ്. അപ്പം അതിന് ഞാൻ 2 ഭാഗവും യു ആകൃതി തന്നെയാണ് കൊടുത്തത്. ഇതിന് സ്ലീവ് പഫ് സ്ലീവ് തന്നെയാണ് കൊടുത്തത്. പഫ് സ്ലീവിൽ ഇലാസ്റ്റിക് ആണ് എല്ലാത്തിനും വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ലൈൻ സ്ലാൻഡിങ് ലൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനും ഈ ഒരു ഇലാസ്റ്റിക് കൊടുത്തു. പിന്നെ അതുപോലെ ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു പീസ് എടുത്തിട്ട് സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് സ്ക്വയറിൽ തന്നെ പീസ് വെച്ച് കൊടുത്തു. പിന്നെ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ബ്ലാക്കാണ്. അപ്പോൾ ഞാനിതിന് ഒരു മെറൂൺ അജ്രക്കിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിന് സ്ക്വയർ നെക്കിന് കൊടുത്തത്. സ്ക്വയർ നെക്ക് മോഡലിൽ തന്നെ വെച്ച് കൊടുത്തു. ഇതൊരു ചന്ദന കളറാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു കളറ് ഈ ഒരു വൈറ്റ് പീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് ഞാൻ റൗണ്ട് ചെയ്ത് ലൈസും വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് സാധാ സ്ലീവ് തന്നെയാണ്.
ഇതൊരു റെഡ്, ഇത് ഞാനിപ്പോൾ നിങ്ങളെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ അതിന് അജ്രക്കിൻ്റെ പീസ് തന്നെ വെച്ച് കൊടുത്തു. അപ്പം നമ്മൾ ഇപ്പോൾ ടോട്ടൽ ഒരു 13 എണ്ണം ഉണ്ടാവും. ഒരാളുടെ തന്നെയാണ് ഇത്. ഇത്രയും ഒരാൾക്ക് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്